നമസ്കാരം. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ലേഡീസ് അവറിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ശരിക്കും വീണയ്ക്ക് കേരളത്തിൽ സ്വന്തം വീടുള്ള സ്ഥലമല്ലാതെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മൂന്നാറും തേക്കടിയും ഒക്കെ ആയിരിക്കും. അതെ, ശരിക്കും പശ്ചിമഘട്ടമാണ്, ഭയങ്കര മനോഹരമായിട്ടുള്ള. ഞാൻ ഒരു പ്രകൃതി സ്നേഹി കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രദേശങ്ങളൊക്കെയാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ളത്. പൊതുവെ മലയാളികൾക്കെല്ലാം ഇത്തരം സ്ഥലങ്ങളോട് പ്രത്യേക ഒരു മമതയോ സ്നേഹമോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ. ശരിക്കും എന്താണ്, കേരളത്തിൽ ബീച്ചുകൾ സുലഭമായതുകൊണ്ട് ഒന്നെങ്കിൽ ബീച്ചുകൾ, ഇല്ലെങ്കിൽ ബാക്ക് വാട്ടേഴ്സ്, കായലുകൾ, ഇല്ലെങ്കിൽ നമ്മുടെ ഒരേ ഒരു മൗണ്ടൻ റേഞ്ചായ അല്ല ഏറ്റവും ഉയരം കൂടിയ നമ്മുടെ ഹിൽ സ്റ്റേഷനായ മൂന്നാർ. അതുകൊണ്ട് ഹിൽ സ്റ്റേഷനുകളിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും ഏറ്റവും അധികം ആളുകൾ ടൂറിസ്റ്റ് സ്പോട്ട്, ആളുകളെ ടൂറിസം എന്നുള്ളൊരു മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആൾക്കാരെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ എന്ന് പറയുന്നത് അല്ലേ? മൂന്നാർ എന്ന പേര് വരാനുള്ള കാരണം തന്നെ മൂന്നാറുകൾ ചേരുന്നതുകൊണ്ട് തന്നെയാണ്. മുതിരപ്പുഴ, ചന്തുവരായി, കുണ്ടല, ഈ 3 പുഴകളും ചേരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെയാണ് മൂന്നാറിനെ. ശരിക്കും മൂന്നാറിനെ ഇന്നത്തെ മൂന്നാറാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർക്ക് പൊതുവേ നമ്മുടെ ഈ ഒരു ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് എല്ലാ ഹിൽ സ്റ്റേഷനും, എവിടെയൊക്കെ ഹിൽ സ്റ്റേഷൻസ് ഉണ്ടോ, മസൂരി, ആധിപത്യം ഉറപ്പിച്ച ആൾക്കാർ. അതെ, അവിടെ പോയി കാര്യം നമ്മുടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്, ഇത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്, ടെമ്പറേച്ചർ വളരെ കുറവാണ്. എങ്ങനെയൊക്കെയാണെങ്കിലും മൂന്നാർ ഈ അടുത്തിടെയായിട്ട് ഈ വാർത്തകളിലൊക്കെ സ്ഥാനം പിടിച്ചത് അവിടുത്തെ ഈ അനധികൃത കയ്യേറ്റം എന്നുള്ള ഒരു ഒറ്റ വിഷയത്തിന്റെ പുറത്താണ്. ഒരുപാട് പേര് അവിടെ ഭൂമി കൈയടക്കിയിരിക്കുന്നു. പല സ്ഥാപനങ്ങളുടെ പേരിൽ, പല ചാരിറ്റി ഓർഗനൈസേഷന്റെ പേരിൽ ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള അനധികൃത കുടിയേറ്റം, ഒഴിപ്പിക്കൽ എന്നൊക്കെയുള്ള ഒരു വിഷയത്തിൽ ഒരു വിവാദ ഭൂമിയായിട്ടാണ് ഈ അടുത്തിടെ മൂന്നാറിനെ ചിത്രീകരിച്ചത്. അവിടെ വെറുതെ ഒരു ഷാക്ക് കിട്ടിയാൽ പോലും അതിനൊരു വ്യൂ ഉണ്ട്. അപ്പൊ അവിടെ എന്നിട്ട് അത് വെറുതെ ഒരു അതുവഴി പോകുന്ന ഒരു താല്പര്യം തോന്നിയാൽ അവിടെ ഒരു റൂം എടുത്ത് താമസിക്കാം. അതുകൊണ്ട് തന്നെ മൂന്നാറിൽ അതിൻ്റെ ആ ഒരു നേച്ചർ, അതിൻ്റെ ഒരു അൺടച്ച് ബ്യൂട്ടി പോയി ഇപ്പോൾ അതിനെ വെറും ചുമ്മാ ആൾക്കാരെ വിളിച്ചു വരുത്താനുള്ളൊരു കേന്ദ്രം എന്നുള്ള രീതിയിലായി മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല, മൂന്നാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഏത് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എടുത്തു കഴിഞ്ഞാലും ഈ ആൾക്കാരുടെ അനധികൃതമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ചൂഷണം ചെയ്യലും ഈ പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങളും എല്ലാം വലിച്ചെറിഞ്ഞ് അതിൻ്റെ ഒരു സ്വാഭാവിക ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥയൊക്കെ ഇങ്ങനെ ആകെ തകിടം പറഞ്ഞൊരു അവസ്ഥയാണ് നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഇങ്ങനെ പ്രകൃതിയോട് അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലെല്ലാം കാണാൻ സാധിക്കുന്നത് തന്നെ. ശരിക്കും പറഞ്ഞാൽ മൂന്നാറിൻ്റെ ഒക്കെ ഒരു വലിയൊരു ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയും അധികം സ്പെഷ്യാലിറ്റീസ് ഉള്ള, ഇപ്പോൾ ടീ പ്ലാന്റേഷൻസ് ആണെങ്കിൽ 14 മുതൽ 24 ഡിഗ്രീസ് വരെയുള്ളൂ മൂന്നാറിൻ്റെ ഹൈയസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടിയ സമ്മറിൽ പോലും നമുക്കൊന്ന് ഓടി രക്ഷപ്പെടാനുള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 3-4 മാസത്തിനുള്ളിൽ ഞാൻ മൂന്നാറിൽ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു താപനില എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ഇവിടെയായിട്ട് വലിയ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ, ഭയങ്കര തിരക്ക്, അങ്ങനെ ഒരു ഹോളിഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ആദ്യം ചൂസ് ചെയ്യുന്ന ഒരു ലൊക്കേഷനായിട്ട് ഇത് മാറിയത് കൊണ്ട് തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. പിന്നെ മൂന്നാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടെ ഉള്ളത് നീലക്കുറിഞ്ഞിയാണ്. നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി മൂന്നാറിന്റെ മാത്രം സവിശേഷതയാണ്. അതെ, തീർച്ചയായും. അപ്പം ഈ 1500 അടി മേലെയുള്ള ഹിൽ സ്റ്റേഷന്റെ കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതിന് മുൻപായി ആദ്യ സെഗ്മെന്റ് കണ്ടിട്ട് വരാം. നമസ്കാരം, ഞാൻ ആശ മേനോൻ. ഞാൻ സാരി പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സാരി കുറേ പെയിൻറ്റിങ് നമ്മൾ പല രൂപത്തിൽ ചെയ്യുന്നുണ്ട്. കുറച്ച് വില കൂടിയ സാരി, അല്ലാത്ത സാരീസ്, നമ്മൾ കുറേ പേര് സാരികൾ മോഡലൊക്കെ കൊണ്ടുവന്ന് വരും. പ്ലെയിൻ സാരിയാണ് കൂടുതലും നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. ഡിസൈൻ സാരിയിലും ഇടയിൽ പെയിൻറ്റൊക്കെ ചെയ്യാം. ഒത്തിരി പെയിൻറ്റുകൾ ആ സാരിയിൽ ഓരോ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ മയിൽ അങ്ങനെ ഇതാണ് കൂടുതൽ. എല്ലാവരും മ്യൂറലിനെയാണ് കൂടുതൽ ഈ ക്രീം കളർ സാരി, മുണ്ടും വെഷ്ടി ഇതൊക്കെയാണ് ഇഷ്ടപ്പെടുക. മുണ്ടും വെഷ്ടിയിലൊക്കെ ചെയ്യാം. കുറേ ദൈവങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയും. കുറേ രൂപങ്ങളിൽ ചെയ്യുന്നുണ്ട്, കൃഷ്ണൻ, രാധ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും വലിയ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെയ്യാം, അതൊക്കെ ഒരു കാണാനൊരു ഭംഗിയാണ്. മുണ്ടും വെഷ്ടിയൊക്കെ ഉടുക്കുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു പവിത്രത കൊടുക്കണം.
മുണ്ടുമേഷ്ടിക്കൊക്കെ. ഓരോ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമേ അതൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കാണാൻ ചിലവർ ഇതൊക്കെ കൊടുക്കുന്നു. അപ്പം നമ്മൾ ഈ സാരി പിടിക്കുമ്പോൾ മുന്താണിയിലാണ് ഈ കൃഷ്ണനും രാധയൊക്കെ വരുന്നത്. അപ്പം നമ്മൾ ഇരിക്കുന്ന വശത്താണത് വരുന്നത്. അപ്പോൾ കാണുമ്പോൾ വലിയൊരു സുഖമില്ല. ദൈവങ്ങൾ നമ്മൾ ബാക്ക് വശത്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കും? അതിന് ഞാൻ കുറച്ച് എതിർപ്പാണ്. പിന്നെ പ്ലെയിൻ സാരി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കോറ കോട്ടൺ, കോയിൽ കോട്ടൺ, പോളി കോട്ടൺ പല ടൈപ്പ് ഇവിടെ വരുന്നുണ്ട് സാരീസ്. അതിൽ ഡിഫറെൻ്റ് ആയിട്ട് കലങ്കാരി വർക്ക് ചെയ്യാൻ പറയും. അതൊരു പെയിൻറ്റിങ് ആയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ കലങ്കാരി സാരീസ് നിറയെ വരുന്നുണ്ട്. അതിൻ്റെ മോഡൽ തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ആ സാരി കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ഓരോ സാരി ഓരോ ഭാവത്തിലും രൂപത്തിലും വരുമ്പോൾ അതൊരു ഭംഗിയല്ലേ. പിന്നെ രൂപമില്ലാത്ത ഓരോ ഇത് ഞാൻ സാരിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ വാർലി പെയിൻറ്റിങ് ചെയ്യാറുണ്ട്. വാർലിയിൽ ആ രൂപങ്ങളാണല്ലോ, അതുകൊണ്ട് ചെയ്താൽ അതും ഭംഗിയുണ്ട്. പിന്നെ ഷോളിൽ വർക്ക് ചെയ്യാം നമുക്ക് ധാരാളം. ഷോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇടാൻ നല്ല ലുക്കാണ്. ഒരു സൈഡിലേക്ക് വൺ സൈഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഭംഗിയാണല്ലോ. അങ്ങനെയും ചെയ്യുന്നുണ്ട്. പിന്നെ ബെഡ്ഷീറ്റിൽ, പില്ലോ കവറിൽ എല്ലാവരും നമ്മൾ ഒരുവിധം ഇതിലൊക്കെ ചെയ്യുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓരോന്നിലും ഒന്നിൽ ഒരേ പെയിൻറ്റിൻ്റെ ഫാബ്രിക്കിൽ തന്നെ പല ടൈപ്പ് പെയിൻ്റ് ഉണ്ട്. സിൽക്ക് പെയിൻ്റ് ഉണ്ട്. പിന്നെ അതിൽ കുറേ ഓരോ ടൈപ്പ് ഇപ്പോൾ പല മോഡലാണ് വരുന്നത്. പേരെന്നെ നമുക്ക് മനസ്സിലാവാത്ത വിധമായി കുറേ ആൾക്കാർ നമ്മൾ പല വിധത്തിൽ ഈ പെയിൻറ്റിങ് ഇത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ സാരിയിൽ ചെയ്യുന്ന ഫാബ്രിക് പെയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പല ഡിഫറെൻ്റ് ആയിട്ടുള്ളതുണ്ട്. അതിൽ വെള്ളം ചേർത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് വെള്ളം തൊട്ടിട്ട് അത് നമുക്ക് വലിച്ചെടുത്ത് ചെയ്യാം. അതെന്താ വെച്ചാൽ ആ ഒരു ഫ്ലവറിൽ നിന്ന് വേറെ ഫ്ലവറിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഷെയ്ഡിങ്, അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. ഷെയ്ഡിങ് ഒക്കെ നമ്മൾ ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. കുറേ ടൈപ്പ് നമുക്ക് ഫ്ലവേഴ്സ് ചെയ്യാം. വെറും ഇത് ടിപ്പ് വെച്ചിട്ട് ബ്രഷ് വെച്ചിട്ട് വെറുതെ പെയിൻറ്റ് തൊട്ടിട്ട് അങ്ങനെയും പെയിൻറ്റ് ചെയ്യുക. ഈസി വേയിൽ നമുക്ക് ആർക്കും അയ്യോ ഇതൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാന്നൊക്കെ തോന്നുന്നത് വെറുതെയാണ്. എല്ലാ മോഡലും നമുക്ക് ചെയ്യാൻ പറ്റും. വെറും ബ്രഷ് വെച്ചിട്ട് ചെയ്യാം. കൈവിരൽ വെച്ചിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റും ബ്രഷ് ഇല്ലാതെ തന്നെ. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന മുണ്ട് മെഷ്ടിയാണ്. അതിൽ മയിൽപ്പീലിയാണ് ചെയ്തിരിക്കുന്നത്. ഈ മയിൽപ്പീലി ചെയ്തത് നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അത് ഷർട്ടിൽ ചെയ്യാം, മുണ്ട് മെഷ്ടിയിൽ ചെയ്യാം, സ്കേർട്ടിൽ ചെയ്യാം. എല്ലാത്തിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഭംഗി വേറെ തന്നെ മയിൽപ്പീലിക്ക് വരുന്നത്. അതേമാതിരി അതിൽ തന്നെ വേറെ ഡിഫറെൻ്റ് ആയിട്ട് ചെറിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കുകളൊക്കെ നമുക്ക് അതിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ സ്കെച്ച് വെച്ചിട്ട് അത് വരച്ച് നമുക്ക് അതിൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം. യെല്ലോ കാർബൺ വെക്കുക, എന്നിട്ട് അതിൽ പെൻസിൽ കൊണ്ട് നന്നായിട്ട് വരച്ചാൽ മതി. വരച്ച് കഴിഞ്ഞിട്ട് ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ലൈനും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് കളർ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ ആ കളർ ആദ്യം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേറൊരു കളറിൽ നിന്ന് ഡിസൈൻ വലിച്ചെടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ആ ഷെയ്ഡിങ് അങ്ങ് വരും. അതാണ് ഏറ്റവും ഭംഗി. ഷെയ്ഡിങ്ങിലാണ് എല്ലാ ഭംഗിയും കിടക്കുന്നത്. എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് സാരി ചെയ്യുന്ന, ഡിസൈൻ ചെയ്യുക. അതൊക്കെ ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല. ഇതൊക്കെ നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയാലും പഠിച്ചു വരാവുന്നതേ ഉള്ളൂ. അത് ഒരു പ്രാവശ്യം നമ്മളൊരു 1000 ഉറുപ്പ്യ കൊടുത്ത് പോയി പഠിച്ചാലും പിന്നെ വന്നാൽ നമുക്ക് ഉപയോഗപ്രദമാണ് ഈ സംഭവം. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവർക്കും ഉപയോഗമാവുന്ന ഒരു സംഭവം വേണം ഞാൻ ഇവിടെ സംസാരിക്കാൻ പാടുള്ളൂ. സ്ത്രീകളെ പ്രത്യേകിച്ച് എന്താക്കിയിട്ടാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. വെറുതെ ഒരിക്കലും വീട്ടിലിങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കരുത്. TV ഫുൾ ടൈം നോക്കി സീരിയലും നോക്കിയോണ്ട് നമുക്കൊന്നും കിട്ടില്ല. BP ഷുഗർ എന്നല്ലാതെ വേറെ ഒന്നും കിട്ടില്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെ റിലാക്സ് ആവും. ഇതാണ് എനിക്ക് കൂടുതലായിട്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളൂ. ഇതെല്ലാവരും ഇതേമാതിരി ചെയ്തു നോക്കൂ. വളരെ നല്ല സന്തോഷവും സംതൃപ്തിയും കിട്ടും ഇതിൽ നിന്ന്. നമ്മളൊരു പിക്ചർ എടുക്കുകയാണെന്ന് വെച്ചാൽ ആദ്യം ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പിക്ചർ കയ്യിൽ വയ്ക്കുക. ഇത് വെച്ചിട്ട് എങ്ങനെ ഇതിലേക്ക് ഡ്രോ ചെയ്യണം എന്നുള്ളതാണ് അറിയേണ്ടത്. യെല്ലോ കാർബൺ പറഞ്ഞിട്ട് കിട്ടും. ഈ യെല്ലോ കാർബൺ അടിയിൽ വെച്ചിട്ട് മേലെ പിക്ചർ വയ്ക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഇതിൽ വരയ്ക്കണം. കറക്റ്റ് അത് എങ്ങനെയാണോ വരേണ്ടത് അത് വരച്ച് കാണിക്കണം. അപ്പോഴാണ് നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് വരിക. എല്ലാവർക്കും ഡയറക്റ്റ് വരയ്ക്കാൻ അറിയുന്ന വിചാരിക്കുന്നില്ല. അപ്പോൾ എനിക്കും വരയ്ക്കാൻ അറിയൂല്ല പറഞ്ഞ് ബുദ്ധിമുട്ട് സങ്കടപ്പെടുന്ന കുറേ സ്ത്രീകളുണ്ട്. അപ്പോൾ അതിന് ഇങ്ങനെയാണ് നമ്മൾ യെല്ലോ കാർബൺ വെച്ചിട്ട് വേണം ഇത് വർക്ക് ചെയ്യാൻ. യെല്ലോ കാർബൺ വെച്ച് കറക്റ്റായിട്ട് നമുക്ക് പെയിൻറ്റ് അതിൽ ഡ്രോ ചെയ്യാനും ബുദ്ധിമുട്ട് വരില്ല. ഒരു ഇതുമില്ല. അതിന്ന് ഷെയ്ഡിങ് കൊടുക്കാനും എല്ലാം ഈസി വേയിൽ ചെയ്യാൻ പറ്റും. ഇതേമാതിരി ഡ്രോ ചെയ്യണം. ഇതാണ് എപ്പോഴും ചെയ്യാൻ ഈസി എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ആർക്കും പെട്ടെന്ന് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത്. അല്ലാതൊന്നുമല്ല. ഇതിൽ ഇതേപോലെ ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്ന അതേപോലെ ചെയ്താൽ മതി.
ഈസി ആയിട്ട് ചെയ്യാം. യെല്ലോ കാർബൺ വേണം, പിന്നെ ബ്ലൂ കാർബൺ ഉണ്ട്. അത് ഓരോ ഇതിലാണ്, ഓരോ കളറിനനുസരിച്ച് വേണം, അടിയിൽ ഏത് കളർ വരുന്നു അതിനനുസരിച്ച് വേണം നമ്മളിത് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്കത് ചെയ്യുമ്പോൾ കറക്റ്റ് ആവില്ല. ഈസിയാണ് അത് ചെയ്യാൻ. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതിൽ നമ്മൾ യെല്ലോ കളറിൽ ഇതിൽ പതിഞ്ഞു കഴിഞ്ഞു. നമ്മൾ ചെയ്ത ഇപ്പോൾ പെൻസിൽ കൊണ്ട് വരച്ചത് ഈ യെല്ലോ കാർബൺ വെക്കൊണ്ടാണ് ഇതിൽ കളർ പതിഞ്ഞത്. ഇനി ഇതിൽ നമ്മൾ ബ്രഷ് വെച്ചിട്ട് പെയിൻറ്റ് ഏത് കളറാണ് നമുക്കിഷ്ടം, ഇതൊരു പിങ്ക് കളറാണ്, അപ്പോൾ ഇതിന് ഏതാണ് മാച്ച് ആവുക എന്നുള്ള ആലോചിച്ചിട്ട് ഇത്രയും പെയിൻറ്റുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഏത് പെയിൻറ്റ് വേണോ ആ പെയിൻറ്റ് നമ്മൾ ഡ്രോ ചെയ്യണം. അതാണ് ഇതിൻ്റെ ഭംഗി. ഇതിന്ന് എന്തൊക്കെ കളർ കിട്ടുമോ, 2 ഫ്ലവേഴ്സ് ഉണ്ട്, ഒരു ലീഫുമാണ്. അപ്പോൾ ഫ്ലവറിന് 2 വ്യത്യസ്തമായിട്ട് ഫ്ലവേഴ്സിന് നമ്മൾ കളർ കൊടുക്കാം. ലീഫിന് ഗ്രീൻ കൊടുക്കണം വെച്ചാൽ കൊടുക്കാം, അതെല്ലാം ഡിഫറെൻറ്റ് കളർ വേണമെച്ചാൽ എങ്ങനെ വേണമെച്ചാൽ കൊടുക്കാം. ഇന്ന കളറെന്നൊന്നും പേടിച്ചിട്ട് നിൽക്കണ്ട, നമുക്കൊരു ഭംഗി തോന്നുമല്ലോ, അതിനനുസരിച്ച് നമുക്കിതിൽ ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇതിൽ മെയിനായിട്ട് ചെയ്യാൻ. നമ്മൾ ചെയ്ത് കാണിക്കുമ്പോഴല്ലേ അതിൻ്റെ ഭംഗി വരുള്ളൂ. നമ്മളിത് ചെയ്യാൻ ഈസി വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ പെയിൻറ്റ് എടുക്കുക, റെഡ് കളറ് ഫാബ്രിക് പെയിൻറ്റ് പറഞ്ഞിട്ട് കിട്ടുന്നുണ്ട്, അക്രിലിക് കളേഴ്സ്, ഇതാണ്. ഈ റെഡ് കളർ എടുക്കാം, പിന്നെ വൈറ്റ് വലിയ ബോട്ടിൽ എടുക്കാം, ചെറിയ ബോട്ടിലല്ലാതെ വലിയ ബോട്ടിൽ നമുക്കിതിലുണ്ട്. ഈ വലിയ ബോട്ടിലത്തെ നമുക്ക് എടുത്തിട്ട് പെയിൻറ്റ് ചെയ്യാം. പിന്നെ അതല്ലാതെ വേറെ ഏതൊക്കെ കളേഴ്സ്, ഗ്രീൻ വേണമെച്ചാൽ ഗ്രീൻ ഇതേപോലത്തെ ഗ്രീൻ കിട്ടും. അത് ഡാർക്ക് ഗ്രീൻ ഇതൊക്കെ ഉണ്ട്. സോഫ്റ്റ് സിൽക്ക് കളേഴ്സ് ഉണ്ട്, സ്പ്രിംഗ് കളേഴ്സ് പറഞ്ഞിട്ട്, സ്പാർക്കിംഗ് കളേഴ്സ് ആൻഡ് പേൾ കളേഴ്സ് എല്ലാം ഉണ്ട് ഇതിൽ. ഏത് കളറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതെടുക്കാം. പിന്നെ ബ്ലാക്ക് ലാസ്റ്റ് നമ്മൾ ലൈൻസ് കൊടുക്കണം. ഈ ലൈൻസ് ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ എന്തിനാ അറിയോ, കാരണം ഈ ചെയ്ത പെയിൻറ്റിനെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് കൊണ്ട് ഔട്ടർ ഇടുന്നത്. അതിട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പ്ലെയിനായിട്ട് ഇങ്ങനെ ഇരിക്കും. ആ പ്ലെയിനായിട്ട് പിന്നെ ഈ ബ്ലാക്ക് ഇടാൻ മടിയാണ് വെച്ചാൽ ഈ ചെയ്ത കളറിനെ ഒന്നും കൂടി ഡാർക്കിഷ് ആക്കും. അപ്പോൾ ഈ റെഡാണ് നമ്മൾ വലിച്ചെടുത്ത് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ റെഡിനെ ലാസ്റ്റ് ആകുമ്പോൾ ഒന്നും കൂടി എടുത്ത് കാണിക്കാൻ വീണ്ടും ഒരു കളറും കൂടി ഒരു കോട്ട് ഔട്ടറായിട്ട് ഇട്ട് കാണിച്ചാൽ മതി. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതിലെടുത്ത് കാണിക്കും. ബ്ലാക്ക് വേണം നിർബന്ധമൊന്നുമില്ല, ബ്ലാക്ക് ഇട്ടാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും എന്ന് മാത്രം. പിന്നെ ഇതിൽ കുറേ കളേഴ്സ് ഉണ്ട്, എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്, എവിടെ പോയാലും നമുക്ക് കിട്ടും. ഫാബ്രിക് പെയിൻറ്റ് ഇതെല്ലാം ഫെവിക്രിലിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ കളേഴ്സും നമുക്കിതിൽ കിട്ടുന്നതാണ്, ഏത് കളർ വേണോ. പിന്നെ ബ്രഷ് 0 മുതൽ 0, 00, 000 എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 00, 6 ഇതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ വലിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ്. 0 എന്ന് തോന്നുന്നു. 0 എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ വളരെ നേരിയതായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക അതിൽ. അതെല്ലാം അതിന് പിന്നെയും വലിച്ചെടുക്കണം വെച്ചാൽ കുറച്ചും കൂടി വലിയ ബ്രഷ്. ഇതിപ്പോൾ നമ്പർ നോക്കുക പറഞ്ഞാൽ നിങ്ങൾ നോക്കി എടുത്താൽ മതി, ഇത്രയേ ഉള്ളൂ പ്രശ്നം. ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഫ്ലാറ്റ് ബ്രഷ് ഉണ്ട്. ഫ്ലാറ്റ് ബ്രഷ് എന്തിനാണെന്ന് വെച്ചാൽ വലിയ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുമ്പോൾ അതൊന്ന് വലിച്ചെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്.